2 ദിവസത്തിലേറെയായി ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് നടൻ മോഹൻ ശങ്കറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. മോഹൻ ശർമ്മയ്ക്ക് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ദാമ്പത്യമായിരുന്ന ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹം. ഒരുപാട് പ്രണയ സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നായികയും ഒരുമിക്കണമെന്നുള്ള പ്രേക്ഷകരുടെ ആഗ്രഹവും എല്ലാവരുടെയും ആഗ്രഹവും അവിടെ സാധിക്കുകയായിരുന്നു. എന്നാൽ അധിക നാൾ നീണ്ടു നിൽക്കാത്ത ഒരു ദാമ്പത്യ ബന്ധമായി അത് മാറി. ഒരു ദിവസം അവിടെ ഒരുപാട് വഴക്കുണ്ടായി. പലപ്പോഴായി നടക്കുന്ന വഴക്കുകൾ തന്നെയായിരുന്നു. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഒട്ടും സഹിക്കാൻ വയ്യാതെ നിന്നപ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ആ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു മോഹൻ ശർമ്മ ചെയ്തത്. ലക്ഷ്മിയുമായിട്ട് പല കാര്യങ്ങൾക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം അവരുടെ ദാമ്പത്യത്തെ വല്ലാതെ ബാധിച്ചിരുന്നു എന്നതുകൂടി പറയുന്നത് ഒരു സത്യമായ കാര്യം തന്നെയാണ്. പ്രേക്ഷകരും അത് ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ മോഹൻ ശർമ്മയുടെ ഓരോ വാക്കുകളും കേൾക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ശരിക്കും പ്രശ്നം? ഇതൊക്കെയാണ് പലരും ചോദിക്കാനിരുന്നത്. പലരും ചോദിച്ചതും ഇതേ കാര്യം തന്നെയാണ്. എല്ലാവർക്കും മോഹൻ ശർമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമാണ് മനസ്സിലായത്. കൃത്യമായി പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരെല്ലാവരും വളരെയധികം നന്നായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സമയം സോഷ്യൽ മീഡിയ പോസ്റ്റുകളെക്കുറിച്ചും വളരെയധികം കൃത്യമായി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി സംസാരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹശേഷം 5 വർഷം മാത്രമാണ് ആ ബന്ധം നീണ്ടുനിന്നത്. വിവാഹം കഴിക്കുന്ന സമയത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വിവാഹം കഴിച്ചപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു എന്ന് പറയുന്നതാണ് സത്യം. അങ്ങനെ ഒട്ടും സഹിക്കാൻ പറ്റാതെ മുൻപിലോട്ട് പോകാനാകാത്തൊരവസ്ഥ എത്തിയപ്പോഴാണ് ഇരുവരും വേർപിരിയാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ആ വീട് വിട്ടു പോയത്. എന്നാൽ ആ വീട് വിട്ടു പോകുന്നവരെയും ഐശ്വര്യയെ സ്വന്തം മകളെ പോലെയായിരുന്നു ഇദ്ദേഹം കണ്ടിരുന്നത്. ലക്ഷ്മിയുടെ ആദ്യ ഭർത്താവിൽ പിറന്ന മകളാണ് ഐശ്വര്യ. മകളില്ലാതെ തനിക്കൊന്നുമില്ല എന്ന് ലക്ഷ്മി എല്ലാവരോടും പറയുന്നത് വളരെയധികം സത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് വേണ്ടി മകളെ നോക്കിയിരുന്നതെല്ലാം മോഹൻ ശർമ്മയായിരുന്നു. മകളുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്താതെയാണ് നോക്കിയത്. ഒരു പക്ക വളർത്തച്ഛൻ മോഡലിൽ തന്നെയായിരുന്നു ഐശ്വര്യയ്ക്ക് എപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നത്. ഒരു പ്രായം വരെയും ഇവർ ശരിക്കും അച്ഛനും മക്കളുമാണെന്ന് തന്നെ ധരിച്ചിരുന്നവരുണ്ടായിരുന്നു. പിന്നീടാണ് ഇതെല്ലാം സംഭവങ്ങൾ മാറിയതും ആ വീട് വിട്ട് അദ്ദേഹം ഇറങ്ങിയതും. അമ്മയും മകളും ഇന്ന് പ്രശസ്തരായ നടികൾ തന്നെയാണ്. ഇരുവർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറും ചെയ്യാറുണ്ട്. വിശേഷങ്ങൾ മാത്രമല്ല, ഡാൻസ് വീഡിയോകളടക്കം പങ്കുവച്ച് എത്താറുമുണ്ട്. അതോടൊപ്പമാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ വാർത്ത കൂടി ഏറ്റെടുക്കുന്നത്. ഇവരുടെ ആദ്യ ബന്ധം തകർന്നതോടെ തന്നെ ഇവരുമായിട്ടുള്ള എല്ലാ സമ്പർക്കവും ഇദ്ദേഹം ഇല്ലാതാക്കിയിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവരെങ്കിലും ഉണ്ടായിരുന്നേനെ. എന്നാൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി ചെയ്യേണ്ടതെന്നും ഇദ്ദേഹത്തിനെ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്നുമാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.